മഹേഷ് ഏട്ടാ, എന്താണ് ഹാപ്പിക്കോ? ഹാപ്പി കമ്പനിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തുന്നത്? ഹാപ്പി കമ്പനി അല്ല, ഹാപ്പി കമ്മ്യൂണിറ്റി. ഹാപ്പിക്കോ ഹാപ്പി കമ്മ്യൂണിറ്റി. ഞങ്ങൾ ശരിക്കും വലച്ച ഒരു ടാസ്ക്കാണ് ഈ പേരിലേക്ക് എത്തുക എന്നുള്ളത്. ശരിക്കും ചട്നി മാമി എന്ന് പറയുന്ന പേരിൽ എത്തുന്നത് ഞങ്ങളെ വലച്ചിട്ടുണ്ട്, ഈ പേര് ഫൈനലൈസ് ചെയ്യുന്നത് ഞങ്ങളെ വലച്ചിട്ടുണ്ട്. കുറേയേറെ പേരുകൾ സജഷൻ വന്നു, അതൊന്നാണ് ഞങ്ങൾ ഈ കൺഫ്യൂഷനായി നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡിസ്കഷൻ്റെ ഇടയിലാണ് വന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങൾ വഴിയോരക്കട സ്റ്റാർട്ട് ചെയ്തിട്ട് 25 വർഷമായി. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് താരതമ്യേന നമ്മൾ പുതിയ ഈ ഇൻഡസ്ട്രിയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ആളുകളുടെ ഒരു സപ്പോർട്ടും നിരന്തരമായിട്ടുള്ളൊരു സ്നേഹവും വിമർശനവും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ വഴിയോരക്കട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അടുത്തൊരു പുതിയ റെസ്റ്റോറൻറ്റ് ആലോചിക്കുന്ന സമയത്ത്, കുറച്ചുകൂടെ ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ബ്രാഞ്ചും അല്ലെങ്കിൽ ഒരു പുതിയ ഔട്ട്ലെറ്റിലേക്ക് ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ വന്നതെന്ന് പറയുന്നത് അവരോടുള്ള ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഒരു ഹാപ്പി കമ്മ്യൂണിറ്റി, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പിന്നിൽ. അവരാണ്, അവർക്കുള്ളൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനൊരു പേരിലേക്ക് വരുന്നത്, അത് ഫൈനലൈസ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ ഹാപ്പി ഗോയിൽ വന്ന് മടങ്ങുന്ന ഓരോ ആളുകളും ഹാപ്പി ആയിരിക്കണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സെർവ് ചെയ്യുന്നത് കേവലം ഭക്ഷണം മാത്രമല്ല, സന്തോഷം കൂടിയാണ്.